ഹലോ കിഡ്സ്, നമുക്ക് ബേസിക് സയൻസ് യൂണിറ്റ് 4 സ്റ്റാൻഡേർഡ് 7 യൂണിറ്റ് 4 വെൻ ലൈറ്റ് റിഫ്ലക്ട്സ്. ഇപ്പോൾ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്, വിനോ ദാറ്റ് വാട്ട് ഈസ് ലൈറ്റ്. ലൈറ്റ് എന്താ നമുക്കറിയാം അല്ലേ? There are many source of light. Sun is the biggest energy source. ബൾബ് ഉണ്ട്, ഓക്കെ, ക്യാൻഡിൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് ലൈറ്റ് സോഴ്സസ് ഉണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഇപ്പം ലൈറ്റ് ഒരു എനർജിയാണ്. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഓക്കെ, ദെൻ ഈ ലൈറ്റിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കോൺടെസ്റ്റ് ഉണ്ട്. ഒരു ഗ്രാൻഡ് മൈം ഒരു ഗ്രാൻഡ് ഡോറ്ററും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ വായിച്ചതാണ്, പഠിച്ചതാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മാത്രമേ പറയണുള്ളൂ. പേജ് നമ്പർ 63. ഓക്കെ, ഇവിടെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്താണെന്നാണ് ആദ്യം പഠിക്കേണ്ടത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക്കലി ഒരു വസ്തുവിന് പറയുന്ന പേരാണ് ഒബ്ജക്റ്റ്. പെൻ ഒരു ഒബ്ജക്റ്റാണ്. ബുക്ക് അനദർ ഒബ്ജക്റ്റ്. വാച്ച് അനദർ ഒബ്ജക്റ്റ്. ഓക്കെ, എനിത്തിങ് സയൻറ്റിഫിക്കലി നമ്മളൊരു വസ്തുവിന് നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റ് എന്നാണ്. അതത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൺസിഡർ ലൈറ്റ്. ലൈറ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് ടൈപ്പ് ഒബ്ജക്റ്റുകളുണ്ട്. അതായത് ലൈറ്റ് നന്നായിട്ട് പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളുണ്ട്. ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ്. ഫോർ എക്സാമ്പിൾ, നല്ല വൈറ്റ് അല്ലെങ്കിൽ നല്ല ക്ലിയർ ഉള്ള ഒരു വിൻഡോ ഗ്ലാസ് ആണെങ്കിൽ, ജനൽ ചില്ലുകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ലൈറ്റ് ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് പാസ് ചെയ്യും അല്ലേ? അങ്ങനത്തെ വസ്തുക്കളുണ്ട്. തീരെ ലൈറ്റ് പാസ് ചെയ്യാത്ത വസ്തുക്കളുണ്ട്. നല്ല കട്ടിയുള്ളൊരു ഹാർഡ് ബോർഡ് ആണെങ്കിൽ അതിൽ നമ്മൾ ടോർച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈറ്റ് അപ്പുറത്തേക്ക് പോകില്ല, പാസ് ചെയ്യൂല അല്ലേ? അങ്ങനത്തെ വസ്തുക്കളുണ്ട്. പിന്നെ വേറെ ടൈപ്പ് വസ്തുക്കളുണ്ട്. അതായത് നമ്മളൊരു ലൈറ്റ് ഒരു വസ്തുവിൽ അടിച്ചാൽ അപ്പുറത്തേക്കൊരു പാർഷ്യലി ഒരു പകുതിയൊക്കെ ലൈറ്റാണ് ഇങ്ങനെ കടന്നു പോകുന്ന വസ്തുക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് നമുക്ക് 3 ടൈപ്പ് വസ്തുക്കളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒന്ന് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റാണ്. മീൻസ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ. നന്നായിട്ട് ലൈറ്റ് പാസ് ചെയ്യുന്ന കടന്നു പോകുന്ന വസ്തുക്കൾക്ക് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. ഇനി അടുത്തത് ട്രാൻസ്ലൂസൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അല്പം പാർഷ്യലി ലൈറ്റ് കടന്നു പോകും അല്ല. നമ്മൾ ചില വീട്ടിലൊക്കെ വിൻഡോ ഗ്ലാസ് 2 ടൈപ്പ് ഉണ്ടാവലുണ്ട്. ട്രാൻസ്പെറൻ്റ് ഉണ്ടാവും, പിന്നെ പകുതിയൊക്കെ ലൈറ്റ് റൂമിലേക്കൊക്കെ വരുന്ന ടൈപ്പുള്ള കുറച്ച് സ്ക്രാച്ചൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും വർക്കൊക്കെ ഉള്ള ഗ്ലാസ് ആണെങ്കിൽ അത് ട്രാൻസ്ലൂസൻ്റ് ആയിരിക്കും. നല്ല പ്ലെയിൻ ഗ്ലാസ് ആണെങ്കിൽ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ദെൻ ഒപ്പേക്ക് ഒബ്ജക്റ്റ്. ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ്. തീരെ ലൈറ്റ് അപ്പുറത്തേക്ക് കടന്നു പോവാത്ത വസ്തുക്കൾ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീടിൻ്റെ റൂമിൻ്റെ വാൾ ചുമരുകളൊക്കെ എന്താണ്, ലൈറ്റ് അടിച്ചാൽ അടുത്ത റൂമിലേക്ക് ലൈറ്റ് വരുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ വസ്തുക്കളാണ് ഒപ്പേക്ക് ഒബ്ജക്റ്റ്. അപ്പോൾ 3 ടൈപ്പ് വസ്തുക്കളുണ്ട്. അതിൻ്റെ ഡെഫിനിഷന് പേജ് നമ്പർ 64 പറയുന്നുണ്ട്, പഠിക്കാനുണ്ടാവും. ഇനി നമുക്ക് 64 തന്നെ ഒരു ലാമ്പ് ഉണ്ട്, ഒരു വിൻഡോ ഷീറ്റ് അല്ലെങ്കിൽ ഗ്ലാസ് ഷീറ്റ് ഉണ്ട്. അത് ട്രാൻസ്പെറൻ്റ് ആണ്. അതിനെ നമുക്ക് ഒരു ട്രാൻസ്ലൂസൻ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്നൊരു കരിയൊക്കെ പിടിപ്പിച്ചാൽ മതി അല്ലേ? കരി പിടിപ്പിച്ചാൽ അത് ട്രാൻസ്പെറൻ്റ് ഉള്ളത്, നന്നായിട്ട് വെളിച്ചം കടന്നു പോകുന്നത് ആ കരി കാരണം എന്താകും? ഷൂട്ടിങ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ട്രാൻസ്ലൂസൻ്റായി മാറും. ഓക്കെ, ആ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നമുക്ക് നല്ല ക്ലിയർ വാട്ടർ, ഒരു ഗ്ലാസ്സിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ഉണ്ടെങ്കിൽ അത് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ട്രാൻസ്ലൂസൻ്റ് ആക്കാൻ എന്ത് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യുക? അതിലേക്ക് ഇത്തിരി ഇങ്ക് കലർത്തുകയാണെങ്കിൽ, മഷി ഒഴിച്ചാൽ ട്രാൻസ്പെറൻറ്റ് ട്രാൻസ്ലൂസൻ്റ് ആവും. അല്ലെങ്കിൽ അല്പം മണ്ണിടുകയാണെങ്കിലും അതെന്താകും? ട്രാൻസ്ലൂസൻ്റ് ആവും. എയർ നല്ല ട്രാൻസ്പെറൻ്റ് ആണ്. എയറിൽ സ്മോക്ക് ഫില്ലായിട്ടുണ്ടെങ്കിൽ, പുക നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റൊക്കെ എന്താണ്? ട്രാൻസ്ലൂസൻ്റായി മാറും അല്ലേ? ലൈറ്റ് നന്നായിട്ട് കടന്നു പോകില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഊട്ടി
ഊട്ടിയോ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നല്ല മഞ്ഞുള്ള ഫോഗുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ രാത്രിയൊക്കെ വെഹിക്കിൾസിൽ കാറിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ലൈറ്റ് നന്നായിട്ട് അങ്ങോട്ട് പാസ് ചെയ്യൂല അല്ലേ. അപ്പോൾ ഫോഗ് ഉണ്ടെങ്കിൽ സ്മോക്കൊക്കെ ഉണ്ടെങ്കിൽ എയർ എന്തായി മാറും, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എയർ ട്രാൻസ്ലൂസൻ്റായി മാറും കേട്ടോ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഡെയിലി ലൈഫിൽ നമുക്ക് എന്തൊക്കെയാണ് സിറ്റുവേഷൻസ് ഇങ്ങനെ ഉണ്ടെന്നാണ് പേജ് നമ്പർ 65 പറയുന്നത് കേട്ടോ. നമ്മൾ അത് നോട്ട്സ് തന്നതാണ്, ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. പിന്നെ ഒരു ഇൻവിസിബിൾ മാനിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി ഉണ്ട്, H.G. വെൽസിൻ്റെ ഗ്രിഫിൻ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് അല്ലേ. ഓക്കെ, ഇതിനെക്കുറിച്ച് ഗ്രിഫിൻ ഓക്കെ സയൻറ്റിസ്റ്റ് അതിനെക്കുറിച്ചുള്ള ഒരു ഇൻവിസിബിൾ മാനുള്ള ഒരു സ്റ്റോറിയൊക്കെ അതിനെപ്പറ്റി കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, യെസ്. ഇനി ലൈറ്റ് റിട്ടേൺ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ലൈറ്റ് റിട്ടേൺ ചെയ്യുന്നതിനെ കുറിച്ചാണ്. യെസ്, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ ലൈറ്റിൻ്റെ റിട്ടേൺസാണ്, തിരിച്ചു വരുന്നത്. നല്ല സ്മൂത്തായിട്ടുള്ള നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു വസ്തുവിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ലൈറ്റ് അടിച്ചാൽ അത് നന്നായിട്ട് റിട്ടേൺ വരും. ഓക്കെ, എന്താണെന്നൊക്കെ ഒരു സ്മൂത്തല്ല റഫായിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തുവിൽ നമ്മൾ ലൈറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താകും, അത് തിരിച്ചു വരും. പക്ഷേ പോയി അതേപോലെ തിരിച്ചു വരില്ല, അത്രയും ക്ലിയർ ഉണ്ടാവില്ല അല്ലേ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. മിറർ, നല്ല കണ്ണാടിയാണെങ്കിൽ, നല്ല മിററാണെങ്കിൽ ലൈറ്റ് നന്നായിട്ട് റിട്ടേൺ ചെയ്യും. ഒരു പേപ്പറിൽ നമ്മൾ എന്തെങ്കിലും ടോർച്ച് എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് റിട്ടേൺ വരും, പക്ഷേ എന്തായിരിക്കില്ല, ഒരു മിററിൽ വരുന്ന അത്രയും ക്ലിയർ ആയിട്ട് വരില്ല. ഓക്കെ, യെസ്, അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ള റിഫ്ലക്ഷൻ. ഇങ്ങനെ ലൈറ്റ് റിട്ടേൺ ബാക്ക് തിരിച്ചു വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. Reflection light refers the returning of light when it strike an object. ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് ലൈറ്റ് തിരിച്ചു വരുന്നതിന് പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അത് 2 ടൈപ്പ് റിഫ്ലക്ഷൻ ഉണ്ട്. പിക്ചർ 1, പിക്ചർ 2 നോക്കല്ലേ. നന്നായിട്ട് ഇൻസിഡൻ്റ് റേ, ഒരു മിററിലേക്ക് വരുന്ന റേക്ക് നമ്മൾ പറയുന്ന പേര് ഇൻസിഡൻ്റ് റേ എന്നാണ്. തിരിച്ചു പോകുന്ന റേക്ക് പറയുന്ന പേര് റിഫ്ലക്റ്റഡ് റേ എന്നാണ്. അപ്പോൾ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേക്ക് നമ്മൾ പറയുന്ന പേര് റിഫ്ലക്ഷൻ പറയുന്ന പേര് റെഗുലർ റിഫ്ലക്ഷൻ എന്നാണ്. നന്നായിട്ട് തിരിച്ചു പോകും, പക്ഷേ അത് ഡിഫ്യൂസ് ചെയ്തിട്ട്, അതായത് സാൻഡ് പേപ്പറിലൊക്കെ ആണെങ്കിൽ വരുന്ന റേസ് പല ഭാഗത്തേക്ക് തെറിച്ചിട്ടായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. വന്ന് അതേപോലെ തിരിച്ചു പോകാൻ കഴിയില്ല. അതിന് കാരണം എന്താണ്, ആ പ്ലെയിന് അല്ലേ, മിറർ നല്ല പ്ലെയിനാണ്, സ്മൂത്താണ്. എന്നാൽ ഒരു സാൻഡ് പേപ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ഹാർഡ് ബോർഡ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും റഫായ സ്ഥലമാണെങ്കിലും അതിൽ ചെറിയ കുഴികളൊക്കെ ഉള്ളതുകൊണ്ട് ലൈറ്റ് വന്ന് അതേപോലെ തിരിച്ചു പോകില്ല. ആ തിരിച്ചു പോകുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ റിഫ്ലക്ഷൻ പല ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ 2 ടൈപ്പ് റിഫ്ലക്ഷൻ്റെ റെഗുലറുണ്ട്, ഡിഫ്യൂസ്ഡ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ലൈറ്റ് ഫാളിങ് ഓൺ എ സ്മൂത്ത് സർഫേസ് റിഫ്ലക്റ്റ് വിത്ത് റെഗുലാരിറ്റി, നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും. ഇനി നന്നായിട്ട് ലൈറ്റ് ഫാൾ ഓൺ എ റഫ് സർഫേസ് ആണെങ്കിൽ നമ്മളതിന് പറയുന്ന പേര് സ്കാറ്റേർഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ, പല ഡയറക്ഷനിൽ സ്കാറ്റർ ചെയ്ത് തെറിച്ചു പോകും. അതിന് പറയുന്ന പേരാണ് ഇറഗുലർ റിഫ്ലക്ഷൻ. യെസ്, നമ്മൾ 4 കുട്ടികൾ നിന്നിട്ട് അല്ലേ മിറർ സെൻറ്ററിൽ പിടിച്ചിട്ട് നമ്മൾ നോക്കി അല്ലേ. ഓക്കെ, ഫസ്റ്റ് നമ്പർ 1 അനു എന്ന് പറയുന്ന കുട്ടിക്ക് റിയ എന്ന് പറയുന്ന 4th കുട്ടിയെ കാണാൻ കഴിയുള്ളൂ. മിററാണ് സെൻറ്ററിലുള്ളത്. അതായത് നമ്മുടെ ഇൻസിഡൻ്റ് റേ ഏത് ആംഗിളിലാണ് ഒരു നോർമലിൻ്റെ ഏത് ആംഗിളിലാണ് ഇൻസിഡൻ്റ് റേ അതേ ആംഗിളിലായിരിക്കും തിരിച്ചു വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് അത് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ, അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തു, അതിൻ്റെ ഒരു പോർഷനാണ് 69 പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ആംഗിൾ ബിറ്റ്വീൻ ദ ലൈറ്റ് റേ ഫ്രം ദ ടോർച്ച് ആൻഡ് നോർമൽ, ആംഗിൾ ഓഫ്
ഇൻസിഡൻസ് എത്രയായിരിക്കും, എത്ര ഡിഗ്രിയാണ്, അതേ രീതിയിൽ അതേ ആംഗിളിലായിരിക്കും തിരിച്ചു പോകുന്ന റിഫ്ലക്റ്റഡ് റേയുടെ ആംഗിളും അല്ലേ. ഓക്കെ, 40 ഡിഗ്രി ആണെങ്കിൽ 40, 55 ആണെങ്കിൽ 50, 70 ആണെങ്കിൽ 70, 90 ആണെങ്കിൽ 90. ഓക്കെ, 90 അല്ല, 190 ആണെങ്കിൽ അതേ ഇതിൽ തന്നെ വരും, 90 ആണെങ്കിൽ 90. ഓക്കെ, യെസ്. ഇനി അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ മിററിലേക്ക് വരുന്ന റേക്ക് പറയുന്ന പേര് ഇൻസിഡൻറ്റ് റേ. ദ റേ ഓഫ് ലൈറ്റ് ഫാളിങ് ഓൺ ദ മിറർ. മിററിൽ വരുന്ന റേക്ക് പറയുന്ന പേര് ഇൻസിഡൻറ്റ് റേ അല്ലേ. ദ പോയിൻ്റ് അറ്റ് വിച്ച് ദ ഇൻസിഡൻറ്റ് റേ ഫാൾ ഓൺ ദ മിറർ ഈസ് ദ പോയിൻ്റ് ഓഫ് ഇൻസിഡൻറ്റ്. ഒരു മിററിൽ വന്നിട്ട് ഒരു റേ വന്ന് തട്ടുന്ന പോയിൻറ്റിന് പറയുന്ന പേര് പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് ആണ്. തിരിച്ചു പോകുന്നതിന് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും അല്ലേ. ഈ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിന് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നോർമൽ വരയ്ക്കാം അല്ലേ. നമ്മൾ ലംബം എന്നൊക്കെ പറയും. നോർമലായിട്ട് വരയ്ക്കുന്ന, കുത്തനെ വരയ്ക്കുന്ന, പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ലൈനിന് പറയുന്ന പേരാണ് നോർമൽ. അപ്പോൾ നമുക്കിവിടെ രണ്ട് ആംഗിൾ ഉണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉണ്ട്. ഓക്കെ, യെസ്. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. യെസ്. പിന്നെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ലോ ഓഫ് റിഫ്ലക്ഷൻ. ഇങ്ങനെ റിഫ്ലക്ഷന് കുറച്ച് നിയമങ്ങളുണ്ട്. രണ്ട് നിയമങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. എന്താണ്? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻസ് ആർ ഈക്വൽ. ഏത് ആംഗിളാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് അതേ ആംഗിളിലായിരിക്കും തിരിച്ചു പോകുന്നത് അല്ലേ. പിന്നെ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റ് റേയും നോർമലൊക്കെ ഒരേ പ്ലെയിനിലാവണം അല്ലേ. ഒരേ പരന്ന സ്ഥലത്തായിരിക്കണം അല്ലേ. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരേപോലെ ആയിരിക്കും. ഓക്കെ, ദെൻ ലൈറ്റ് ആൻഡ് സൈറ്റ്. ഓക്കെ, ഒരു വസ്തുവിനെ കാണാൻ നമുക്ക് സൈറ്റ് കിട്ടണമെങ്കിൽ ലൈറ്റ് വേണം അല്ലേ. ഓക്കെ, ഈ ഫ്ലോ ചാർട്ട് നമ്മൾ എഴുതിയതാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വസ്തുവിനെ കാണുക എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ കേട്ടോ. ഈ പ്ലെയിൻ മിററിൽ നമ്മൾ കാണില്ല എങ്ങനെ എന്നുള്ള ഫ്ലോ ചാർട്ടാണ്. സൂര്യൻ്റെ വെളിച്ചം, ലൈറ്റ് ഫസ്റ്റ് നമ്മുടെ ഫേസിൽ തട്ടുന്നു, അത് തിരിച്ച് പോകുന്നു, മിററിൽ തട്ടുന്നു, മിററിൽ തിരിച്ച് വരുന്നു, എന്നിട്ട് കാണുന്നു അല്ലേ. അതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ട്. ഓക്കെ, യെസ്. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് പ്ലെയിൻ മിററിൻ്റെ അല്ലേ. മിററിന് നമ്മൾ പറയുന്ന പേര് പ്ലെയിൻ ആയിട്ടുള്ള മിറർ നമ്മൾ പ്ലെയിൻ മിറർ എന്ന് പറയും. അതിൻ്റെ പ്രധാനപ്പെട്ട 3 പ്രത്യേകതകളാണ് പഠിക്കാനുള്ളത്. നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിൻ്റെ എക്സ്പെരിമെൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ് കേട്ടോ. 3 പ്രത്യേകതകൾ ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ദ ഇമേജ് അണ്ടർഗോസ് ലാറ്ററൽ ഇമേഷൻ. അതായത് മിററിൽ കാണുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് അല്ലേ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ എന്താണെന്ന് പഠിച്ചു. അത് മിററിൽ കാണുമ്പോൾ നമ്മളതിന് പറയുന്ന പേര് ഇമേജ് എന്ന് പറയാം. റിയലായിട്ടുള്ള വസ്തു ഒബ്ജക്റ്റ് ആണെങ്കിൽ മിററിൽ കാണുന്നത് നമ്മൾ ഇമേജ് എന്ന് പറയും. ഓക്കെ, ഇമേജ് അണ്ടർഗോസ് ലാറ്ററൽ ഇമേജ്. അതായത് നമ്മൾ പറഞ്ഞൊരു കണ്ണാടിയിൽ നമ്മൾ എന്തായിരിക്കും, റൈറ്റ് ഹാൻഡ് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡായിട്ട് തോന്നും അല്ലേ. ഇങ്ങനെ ഈ സൈഡ് ചേഞ്ച് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ലാറ്ററൽ ഇൻവേഷൻ. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പ്ലെയിൻ മിറർ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദി മിറർ ഈസ് ഈക്വൽ. അതായത് ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസും മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും അല്ലേ. ദെൻ ഇൻ എ പ്ലെയിൻ മിറർ ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി ഈക്വൽ ടു ദ സൈസ് ഓഫ് ദ ഇമേജ്. അതെ, ഒരു മിററിൻ്റെ മുമ്പിൽ ഒബ്ജക്റ്റിന് എന്താണ് അതിൻ്റെ സൈസ്, അതേ സൈസായിരിക്കും ഇമേജിനും ഉണ്ടാവുക. അതുകൊണ്ട് ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. മൾട്ടിപ്പിൾ അതായത് 2 മിറർ നമ്മൾ പാരലലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മിററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇമേജസ് കാണാൻ കഴിയും. അതിനാണ് നമ്മൾ പറയുന്ന പേരാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അല്ലേ. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട്. ഓക്കെ, ഇനി നമ്മളത് ആംഗിളാക്കി വെക്കുകയാണെങ്കിലോ, ആംഗിൾസ് ആക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലേ, 40, 50, 30, 60, 90, 120 അല്ലേ. നമ്മൾ ആംഗിൾ ചെറുതായി വരുമ്പോൾ ഇമേജ് കൂടും. ഇനി ആംഗിൾ കൂടി വരുമ്പോൾ ഇമേജ് എന്താകും, അത്
കുറയും അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ഇക്വേഷനൊക്കെ ഉണ്ട്, ഓർമ്മയുണ്ടോ? 360/x-1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷനൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഉപകരണങ്ങളാണ് അല്ലേ? ഇല്യൂഷൻ ഇൻ ദ മിറർ, കാലിഡോസ്കോപ്പ്. ഓക്കെ, യെസ്. ഫസ്റ്റ് ഒന്ന് കാലിഡോസ്കോപ്പ്. എന്തിനാ കാലിഡോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് ഫോർ ഫൺ, ഒരു കളിക്കാനുള്ളൊരു ഉപകരണം, അത്രയേ ഉള്ളൂ അല്ലേ? അതിന് വേണ്ടത് എന്തൊക്കെ നമുക്കറിയാം. 3 മിറർ വേണം, ഒരു സെല്ലോ ടേപ്പ് വേണം, അത്രയൊക്കെ മതി. ഓക്കെ. ഇനി അടുത്തതാണ് പെരിസ്കോപ്പ്. ഓക്കെ, പെരിസ്കോപ്പിന് നമുക്ക് വേണ്ടത് 2 പ്ലെയിൻ മിററാണ് വേണ്ടത്. പ്ലെയിൻ മിറർ ഉപയോഗിച്ച് നമ്മൾ പെരിസ്കോപ്പ് ഉണ്ടാക്കുക. പെരിസ്കോപ്പ് നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഉപകരണമാണ് അല്ലേ? ഇതിൻ്റെ യൂസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെയിനായിട്ട് സോൾജേഴ്സ് ട്രഞ്ചസിലൊക്കെ ഇരുന്നിട്ട് എനിമീസിനൊക്കെ വാച്ച് ചെയ്യാൻ യൂസ് ചെയ്യും. ദെൻ വേറെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സബ്മറൈൻസ്, മുങ്ങിക്കപ്പലുകളിലൊക്കെ ഉള്ള ആളുകളൊക്കെ പുറത്തുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഒക്കെ യൂസ് ചെയ്യും അല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെരിസ്കോപ്പ് ഉണ്ടാക്കുക, സി ടൈപ്പിലുണ്ടാക്കുക, എസ് ടൈപ്പിലുണ്ടാക്കാൻ കഴിയും അല്ലേ? സെഡ് ടൈപ്പിലൊക്കെ ഉണ്ടാക്കാൻ കഴിയും. മെയിനായിട്ട് വേണ്ടത് 2 പ്ലെയിൻ മിററാണ് അല്ലേ? ഇനി നമ്മൾക്ക് ലാസ്റ്റ് ഇതിൽ പഠിക്കുക ലൈറ്റ് പൊള്യൂഷനാണ്. എന്താ ലൈറ്റ് ഈസ് ഓവർ അല്ലേ? ലൈറ്റ് ഓവർ ആയിട്ടുണ്ടെങ്കിൽ അത് പൊള്യൂഷൻ ആയി മാറും. അപ്പോൾ അതിനെ നമ്മൾ ലൈറ്റ് പൊള്യൂഷൻ എന്ന് പറയും. ഓക്കെ. ലൈറ്റ് പൊള്യൂഷൻ കൊണ്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ? മെയിനായിട്ട് ദ ലൈറ്റ് ഈസ് ഹാംഫുൾ ടു മെനി ഓർഗാനിസം ദാറ്റ് ഹണ്ട് ഫോർ പ്രേ ഇൻ ദ ഡാർക്ക്. രാത്രിയൊക്കെ ഇങ്ങനെ ഫുഡിന് വേണ്ടിയിട്ടൊക്കെ കറങ്ങുന്ന കുറേ ജീവികളുണ്ട്. അവൾ പോലെ, ബാറ്റ് പോലെയുള്ള ജീവികൾക്കൊക്കെ അവർക്ക് ഇര പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടാവും അല്ലേ? പിന്നെ നമുക്കൊന്നുണ്ടാവും അല്ലേ? മനുഷ്യരെന്താണ്, രാത്രി ഓവർ ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ, എക്സസ് ലൈറ്റ് ആണെങ്കിൽ നമുക്ക് സ്ലീപ്പ് അല്ലേ? സ്ലീപ്പ് പ്രോബ്ലം ഉണ്ടാകും. കുട്ടികൾക്കൊക്കെ മെയിനായിട്ടുണ്ടാകും. പിന്നെ സ്കൈ വാച്ചേഴ്സ് ഉണ്ട്, സ്റ്റാറുകളൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നവർക്കൊക്കെ ലൈറ്റ് ഓവർ ആയിട്ടുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യാനുള്ള പ്രയാസം ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, താങ്ക് യു.